ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരവും ഉപയോഗവും നടക്കുന്നത് കേരളത്തിലാണെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറഞ്ഞു. യു.ഡി.എഫ് സ്ഥാനാർത്ഥി സി.എച്ച്. റഷീദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഗുരുവായൂർ ടൗൺഹാളിൽ സംഘടിപ്പിച്ച നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടമാണ് ഇതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വെച്ച രേഖയുടെ അടിസ്ഥാനത്തിലാണ് താനിത് പറയുന്നത്. ഗുജറാത്ത് കടലിടുക്ക് വഴി മയക്കുമരുന്ന് കേരള തീരത്തെത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തുവന്നിട്ടും തടയിടാൻ സർക്കാരിന് കഴിഞ്ഞില്ല. കേരളത്തിലെ ക്ഷേമ പദ്ധതികൾ സർക്കാർ തകർത്തെറിഞ്ഞു. കാർഷിക മലയോര മേഖല തകർന്നു. വീട്ടുനികുതിയും കെട്ടിട നികുതിയും കുത്തനെ കൂട്ടി. വൈദ്യുതി നിരക്ക് നിരവധി തവണ വർദ്ധിപ്പിച്ചു. മിന്നൽ മാജിക് എന്ന പേരിൽ പുതിയ മദ്യമിറക്കി കേരളീയരുടെ കുടുംബജീവിതം സർക്കാർ തകർത്തുവെന്നും അദ്ദേഹം ആരോപിച്ചു. ജനപ്രിയമായിട്ടുള്ള ഒരു ഐറ്റം നിങ്ങൾ ആലോചിക്കണം. കേരളത്തിലെ മയക്കുമരുന്ന് നടപടിയെടുക്കാൻ ഈ കേരളത്തിലെ ഇരട്ടത്തരമുള്ള മുഖ്യമന്ത്രി കഴിയില്ലേ? നമ്മുടെ അതിർത്തി ആർക്കും കഴിയില്ലേ? പരിശോധിക്കാൻ കഴിയില്ലേ? ഇവിടെ ഒരു മയക്കുമരുന്ന് വിപണനത്തിനുള്ള പോലീസ് സന്നാഹങ്ങളില്ലേ? എക്സൈസ് സംവിധാനങ്ങളില്ലേ? ഫോറസ്റ്റുകാർ ഉൾപ്പെടെ കാട്ടിൽ ഇത് തഴച്ചു വളരുമ്പോ പിടിക്കാനും കഴിയില്ലേ? നമ്മുടെ സമൂഹത്തെ കാണുന്ന തിന്നുന്ന ഏറ്റവും മാരകമായ വിപത്തായി ജനങ്ങൾ തമ്മിലടിക്കുന്ന, വീട്ടുകാർ തമ്മിലടിക്കുന്ന, എല്ലാവരുടെയും സ്വസ്ഥത കളഞ്ഞ അടുത്ത തലമുറയെ ഇല്ലാതാക്കുന്ന ഏറ്റവും മാരകമായ വിഷം ഈ കേരളം മുഴുവൻ പരത്തല്ലേ? മുക്കിൽ മൂലയിൽ കിട്ടല്ലേ? പെട്ടിക്കടലിൽ കിട്ടല്ലേ? യു.ഡി.എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ആർ.വി. അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, മുൻ മന്ത്രി പി.കെ. ബാവ, ഡി.സി.സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, കെ.പി.സി.സി ജനറൽ സെക്രട്ടറിമാരായ ഒ. അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി.എ. മുഹമ്മദ് റഷീദ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി.വി. കുര്യാക്കോസ്, കെ.വി. ഷാനവാസ്, എ.എസ്. സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു.